ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരിക മൂന്നാമതൊരാൾ ഒരു റിലേഷൻഷിപ്പിൽ അവരുടെ കടന്നുകയറ്റം അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ മറ്റുള്ളവരുടെ മേത്ത് അടിച്ചേൽപ്പിക്കുമ്പോഴൊക്കെയാണ് അല്ലേ. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭാര്യയും ഭർത്താവും ആവാം, അല്ലെങ്കിൽ രണ്ട് ഫ്രണ്ട്സുകൾ തമ്മിലാവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തമ്മിലാവാം. രണ്ട് ആൾക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവർ തമ്മിൽ ഒന്നത് പറഞ്ഞ് തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ. അപ്പം അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് പ്രത്യേകിച്ച് രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചായ കുടിച്ച് വരാമെന്ന് ഒരാൾ മുൻകൈ എടുത്ത് പറഞ്ഞ് ഒരു ഡ്രൈവിന് പോയി നല്ല ഏതെങ്കിലും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് അവരൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാ പ്രശ്നവും റിലേഷൻഷിപ്പ് എന്തോ ആവട്ടെ, ഫ്രണ്ട്സ് ആണെങ്കിലും മാരേജ് ആണെങ്കിലും എങ്ങനെയുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും ഒരു പ്രശ്നം തീരണം എന്നുണ്ടെങ്കിൽ അവർ തന്നെ അത് ഒരു പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലത്തിരുന്ന് പറഞ്ഞ് തീർക്കുക തന്നെ വേണം. അപ്പോൾ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ഡ്രൈവുകളൊക്കെ അതിന് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇതേപോലെ ഞാനും ഹസ്ബൻഡും കൂടി ചുമ്മാ ഞങ്ങളാ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്, ഒരു ചെറിയ ഡ്രൈവിന് ഇറങ്ങിയതാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷേ ഇത് രാത്രി ഭയങ്കര ലൈവായിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ആളും ബഹളമുള്ള സമയത്തേക്കാൾ ഇഷ്ടം അധികം ആളും ബഹളമൊന്നും ഇല്ലാത്ത സമയത്ത് പോയിട്ട് ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ട് അതൊക്കെ ഒന്ന് ആസ്വദിച്ച്. ഇപ്പം നല്ല വെതറാണ്, നല്ല മഴക്കാലം. അപ്പോൾ നല്ല മഴയൊക്കെ മൂടിക്കെട്ടി നിൽക്കണ ആകാശവും നല്ല പുഴയും കാറ്റും ഒക്കെ ആയിട്ട് അവിടെ ചായയും നല്ല നാടൻ പലഹാരങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ച് എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം സമാധാനമൊക്കെ ഉണ്ട് അല്ലേ. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ നമ്മൾ അറിയണം. അപ്പോൾ ചില ഓർമ്മകളൊക്കെ പിന്നെ തരുന്നത് ഇൻഎക്സ്പെൻസീവായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ചെറിയ യാത്രകളും ചെറിയ ഡ്രൈവുകളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് നമ്മളെ മെമ്മറീസിനെ ഭയങ്കര ലക്ഷറിയസ് ആക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ യാത്രകളൊന്നും മിസ് ചെയ്യാതെ ഒന്ന് പോയി നോക്കുക. അതൊക്കെ നമ്മളുടെ റിലേഷൻഷിപ്പിനെ ഭയങ്കരമായിട്ട് ദൃഢമാക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ പലരും ഇത് കാണുന്നുണ്ടാവും അല്ലേ, യൂട്യൂബ് കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഒരു റെസ്പോൺസ് അത് ഭയങ്കര വിലപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കേട്ടോ. ഇഷ്ടമാണോ ഇങ്ങനത്തെ യാത്രകളൊക്കെ, നിങ്ങൾ പോകാറുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്കും കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ അത് പ്രചോദനമാവും. അപ്പോൾ നിങ്ങളുടെ ഹെൽപ്പ് ആണ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.